എന്റെ 2 ആൺമക്കളും അതിന്റെ പേരിലേ തമ്മിൽ തല്ലുന്ന അവസ്ഥ വരെ എത്തി. എടി, നീ എന്താടി വിചാരിച്ചേ? ഷോപ്പിന്റെ പേരിൽ ഇന്ദ്രന് 10 ലക്ഷം രൂപ കുറച്ചു കൊടുത്താ എന്റെ മോനെ എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റൂന്നോ? അവനെ ഉപയോഗിച്ച് എന്റെ കുടുംബത്തെ തമ്മിൽ തല്ലി പിരിക്കാവുന്നോ? നടക്കില്ലടി. ഇന്ദ്രനെ ഈ കൈവെള്ളിൽ നിന്ന് എങ്ങോട്ടും ഒലിച്ചു പോവില്ല. എവിടെ പോയാലും അവൻ ഈ കൈപ്പിടിയിൽ തന്നെ തിരിച്ചു വരും. ഇപ്പൊ കണ്ടില്ലടി, പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന ജീവനെ നീ രക്ഷിച്ചതും അവളെ നീ എന്റെ വീട്ടിലേക്ക് അയച്ചതും ഇന്ദ്രനെ ഉപയോഗിച്ച് സത്യന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചതും ഒക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ അത്ഭുതപ്പെടുന്നത്? ആ അത്ഭുതമാണടി ഞാനും എന്റെ മകൻ ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം. ഈ സുശീല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ദ്രന്റെ കൂടെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവനെ കൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവില്ലടി. അതിന് ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ഇത്രയും വേഗം ആ ബന്ധം ഒഴിഞ്ഞു പോവാൻ വേണ്ടിയാ ഷോപ്പ് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അല്ലാതെ മതിയടി, നിർത്ത്. നീ എന്റെ മുമ്പിൽ അങ്ങനെ ശീലാവതി എന്ന് ചമയണ്ട. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. ഇത്തവണ ഇന്ദ്രന്റെ ഭാഗത്തും ചെറിയൊരു തെറ്റ് സംഭവിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി എന്റെ കുടുംബത്തിനെതിരെ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഈ സുശീല ഇതുപോലെ ആയിരിക്കില്ല ഇങ്ങോട്ട് വരുന്നത്, പറഞ്ഞേക്കാം. ഇന്ദ്രേട്ടൻ വീണ്ടും എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചല്ലോ ഭാനുമ്മേ. മോളെ, സുശീല പറഞ്ഞത് നീ മുഴുവനായും വിശ്വസിക്കല്ലേ. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം.